സോ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എടുക്കുന്നത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ 2023 വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 2 ആണ്. ഇപ്പൊ നടക്കാൻ പോകുന്ന LSGA എക്സാംസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. സോ അതിൽ നമുക്ക് ഈ ഒരു ആനുവൽ ഇയർ റൗണ്ട് ആയിട്ടുള്ള കറണ്ട് ഇവന്റ്സ്, നടന്ന കറണ്ട് ഇവന്റ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. സോ മുഹമ്മദ് മുയിസു, ആരാണ് മുഹമ്മദ് മുയിസു? മാൽദീവ്സിന്റെ പുതിയ ഇലക്ടഡ് പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയിസു. പ്രോ ചൈന കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദീവ്സിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണ് മുഹമ്മദ് മുയിസു എന്ന് പറയുന്നത്. ചൈനയോട് അനുഭാവമുള്ള മാൽദീവ്സിന്റെ പുതിയ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയിസു. മാൽദീവിയൻ പ്രസിഡന്റ് ആണ്. 2023 നൊബേൽ പ്രൈസ്, ഇമ്പോർട്ടന്റ് ആണ്. 2023 നൊബേൽ പ്രൈസ് അത് ഫിസിയോളജിക്ക് അല്ലെങ്കിൽ മെഡിസിൻ ഉള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് 2 വ്യക്തികൾക്കാണ്. കാറ്റാലിൻ കാരിക്കോ, ഹംഗറിയും, അതുപോലെ തന്നെ ഡ്രൂ വെയ്സ്മാൻ, USA സിറ്റിസണുമാണ്. ഇവർക്ക് കിട്ടിയത് COVID-19 എതിരെ ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് mRNA വാക്സിൻസിൽ വർക്ക് ചെയ്തതിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ നൊബേൽ പ്രൈസ് മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിക്ക് 2023 കിട്ടിയത് 2 വ്യക്തികൾക്ക്, കാറ്റാലിൻ കാരിക്കോയും അതുപോലെ ഡ്രൂ വെയ്സ്മാനുമാണ്. കാറ്റാലിൻ കാരിക്കോ ഹംഗറിയനും ഡ്രൂ വെയ്സ്മാൻ USAയും ആണ്. Then ഫിസിക്സിൽ 3 പേർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഫിസിക്സിൽ 3 പേർക്കാണ്. ഒന്ന് പിയറി എഗൂസ്തിനി, ഫെറൻക് ക്രോസ് ആൻഡ് ലുഹീലർ. പിയറി എഗോസ്തിനി, ഫെറൻക് ക്രോസ് ആൻഡ് ലുഹീലർ. ഇവർക്ക് കിട്ടിയത് ഇലക്ട്രോൺസിന്റെ, ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ അകത്ത് വരുന്ന ഇലക്ട്രോൺസിന്റെ ഇൻട്രിക്കേറ്റ് ബിഹേവിയർ അറ്റ് 2 സെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റില് എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനത്തിനാണ്. ഫോർ ദി ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് 2 സെക്കൻഡ് പൾസസ്. അറ്റ് 2 സെക്കൻഡ് പൾസസിൽ എങ്ങനെയാണ് ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസിനകത്ത് നിന്നുള്ള ഇലക്ട്രോൺസിന്റെ ബിഹേവിയർ എന്ന് പഠിച്ചതിനാണ് ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഒന്ന് പിയറി എഗോസ്തിനി, അതുപോലെ തന്നെ ഫെർനെക് ക്രൗസ്, അതുപോലെ ആൻഡ് ലുഹീലർ. എന്താണ് ഈ അറ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത്? 10⁻⁻18 10⁻⁻18 അതിൽ പ്രിഫിക്സ് ആയിട്ട് വരുന്ന സയന്റിഫിക് നൊട്ടേഷനെയാണ് നമ്മൾ അറ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് 17 സീറോസ്. ഒരു ഡെസിമൽ പോയിന്റിനെ കഴിഞ്ഞിട്ട് 17 സീറോസ് വരുന്ന, അവസാനം ഒരു 1 വരുന്നതിനെയാണ് അറ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അറ്റ് 2 സെക്കൻഡ്? അറ്റ് 2 സെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ് പറയുന്നത്. 17 സീറോയും അവസാനം ഒരു 1ഉം, ഡെസിമലിന് ശേഷം 17 സീറോയും അവസാനം ഒരു 1ഉം വരുന്നത്. അതിനാണ് 10⁻⁻18 എന്ന് പറയുന്ന നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യും. ദെൻ കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് 3 പേർക്കാണ് കിട്ടിയത്. മോഗ്നി ബെവൻറ്റി, അതുപോലെ തന്നെ ലൂയിസ് ബ്രൂസ്, അതുപോലെ അലക്സിയ ഇക്കിമോവ. ഇവർക്ക് കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന സെമി കണ്ടക്ടർ പാർട്ടിക്കിൾസിന്റെ ആ ഒരു മെഷർമെന്റ്, നാനോമീറ്റേഴ്സ് ടു 10 ഓഫ് നാനോമീറ്റർ സൈസിലുള്ള മെഷർമെന്റ്സിനെ കുറിച്ച് പഠിച്ചതിനാണ്. സോ ക്വാണ്ടം ഡോട്ട്സ്, ഇത്രയും ഓർത്ത് മതി. ക്വാണ്ടം ഡോട്ട്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ നൊബേൽ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2023 നൊബേൽ പ്രൈസ് നമ്മളിപ്പോ മെഡിസിൻ പഠിച്ചു, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെത് പഠിച്ചു, അതുപോലെ കെമിസ്ട്രി പഠിച്ചു. അപ്പം മെഡിസിന് കിട്ടിയത് കാറ്റാലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. ഫിസിക്സിന് കിട്ടിയത് പിയറി അഗൂസ്തിനി, ഫെറനെക് ക്രൗസസും അതുപോലെ ആൻഡ് ലുഹൈലറിനുമാണ്. കെമിസ്ട്രിക്ക് കിട്ടിയത് മോങ്കി ബെവൻറ്റി, അതുപോലെ ലൂയിസ് ബ്രോക്സ്, അതുപോലെ തന്നെ അലക്സി ഇക്കിമോ. ഇവർക്ക് 3 പേർക്കുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഫിസിക്സിന് കിട്ടിയത് ഇലക്ട്രോൺസിന്റെ അറ്റ് 2 സെക്കൻഡ് പൾസസിലെ ബിഹേവിയറിന്റെ പഠനത്തിനായിരുന്നു.
കെമിസ്ട്രിക്ക് കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സിന്റെ പഠനത്തിനായിരുന്നു കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ലിറ്ററേച്ചറിന് കിട്ടിയത് ജോൺ ഫോസേക്കാണ്. ജോൺ ഫോസെ ഒരു നോർവീജിയൻ ഓതറാണ്. ഓക്കെ, ജോൺ ഫോസെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് റെഡ് ബ്ലാക്ക്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്കാണ് റെഡ് ബ്ലാക്ക്. അതുപോലെ ഐ ആം ദ വിൻഡ്, മെലങ്കളി, ബോട്ട് ഹൗസ്, ദി ഡെഡ് ആൻഡ് ഡോഗ്സ്, ഇതൊക്കെ ജോൺ ഫോസയുടെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. നോർവേ ആണ് ജോൺ ഫോസയുടെ പ്രത്യക്ഷ ജന്മനാട്. ജോൺ ഫോസെ ഒരു നോർവീജിയൻ റൈറ്റർ ആണ്. ജോൺ ഫോസെ എന്ന് പറയുന്നത്, ജോൺ ഫോസെ നോർവീജിയൻ ഓതറാണ് ജോൺ ഫോസെ. അദ്ദേഹം ഒരു നാടകകൃത്ത് കൂടിയാണ് ജോൺ ഫോസെ എന്ന് പറയുന്നത്. ദെൻ പീസിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് നർഗീസ് മൊഹമ്മദിക്കാണ്. നർഗീസ് മൊഹമ്മദി ഒരു ഇറാനിയൻ ആക്ടിവിസ്റ്റ് ആണ്, ഇറാനിയൻ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. നർഗീസ് മൊഹമ്മദി എന്ന് പറയുന്നത്, നർഗീസ് മൊഹമ്മദി ഒരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയും 2023 നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവും കൂടിയാണ് നർഗീസ് മൊഹമ്മദി എന്ന് പറയുന്നത്. നർഗീസ് മൊഹമ്മദി. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് വൈറ്റ് ടോർച്ചർ, ഇന്റർവ്യൂസ് വിത്ത് ഇറാനിയൻ വിമൻ പ്രിസണേഴ്സ്. വൈറ്റ് ടോർച്ചർ, ഇന്റർവ്യൂസ് വിത്ത് ഇറാനിയൻ വിമൻ പ്രിസണേഴ്സ്. ഇവരിപ്പോഴും ജയിലിൽ അകപ്പെട്ട് തടവറയിൽ തന്നെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. 13 തവണ ഇറാൻ ഭരണകൂടം നർഗീസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 5ഓളം കേസുകളിൽ ഇവർ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. വിചാരണ പോലും ഇല്ലാതെ 31 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് നർഗീസിന് ഇറാൻ ഭരണകൂടം വിധിച്ചിരിക്കുന്നത്. ഓക്കെ, then first state in India to publish caste survey report. കാസ്റ്റ് സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? അത് ബീഹാർ ആണ്. കാസ്റ്റ് സെൻസസ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കാസ്റ്റ് സെൻസസ് നടത്തിയ സ്റ്റേറ്റ് ബീഹാർ. ദെൻ മുജിബ്, ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റും ഫൗണ്ടിങ് ഫാദറുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ശ്യാം ബെനിഗലാണ്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. അതുപോലെ ഫൗണ്ടർ ഓഫ് ബംഗ്ലാദേശും ആര് തന്നെയാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്നെയാണ്. 1975 അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അസാസിനേറ്റ് ചെയ്യപ്പെട്ട പ്രൈം മിനിസ്റ്റർ കൂടിയാണ് മുജീബുർ റഹ്മാൻ. ബംഗബന്ധു എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 1971 ബംഗ്ലാദേശ് ഫ്രീഡം അറ്റൈൻ ചെയ്തപ്പോൾ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. Then ഏഷ്യൻ ഗെയിംസില് ലോങ് ജമ്പിൽ, ഏഷ്യൻ ഗെയിംസിൽ വിമൻസ് ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയ മലയാളിയാണ് ആൻസി സോജൻ. തൃശൂർ സ്വദേശിയാണ്. ആൻസി സോജൻ എടപ്പിള്ളി എന്നാണ്. ആൻസി സോജൻ എടപ്പിള്ളി എന്നാണ് ഫുൾ നെയിം. ആൻസി സോജൻ എടപ്പിള്ളി. Then നമ്മുടെ കലാഭവൻ മണിയുടെ വളരെ പ്രശസ്തമായ കുറെ പാട്ടുകളുണ്ടല്ലോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ, അതുപോലെ പകലും മുഴുവൻ പണിയെടുത്ത്, അതുപോലെ വരിക്കച്ചക്കയുടെ, ഈ പാട്ടുകളൊക്കെ എഴുതിയ ഒരു ഫോക്ക് സോങ്സ് ലിറിസിസ്റ്റ്, ഒരു നാടൻ പാട്ട് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അറുമുഖൻ വെങ്കിട്ടാങ്കു. അറുമുഖൻ വെങ്കിട്ടാങ്കു. അദ്ദേഹം റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരായിരുന്നു അറുമുഖൻ വെങ്കിട്ടാങ്കു എന്ന് പറയുന്നത്? നാടൻ പാട്ട് എഴുത്തുകാരൻ, ഫോക്ക് ലോങ് ലിറിസിസ്റ്റ് ആണ് ആറുമുഖൻ വെങ്കിട്ടാങ്കു.
നോർത്ത് അമേരിക്കയിൽ BR അംബേദ്കറിന്റെ വളരെ വലിയൊരു സ്റ്റാച്ചു, ഒരു ടോളസ്റ്റ് സ്റ്റാച്ചു ഇനോഗ്രേറ്റ് ചെയ്തിട്ട് അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ബാബാ സാഹിബ് അംബേദ്കറിന്റെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ് നോർത്ത് അമേരിക്കയിലേത്. ദെൻ റാം സുതാർ, അദ്ദേഹമാണ് ഈ സ്റ്റാച്യുവിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും സ്കൾപ്റ്റ് ചെയ്തത് ഈ റാം സുതാർ തന്നെയാണ്. USA മേരിലാൻഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 14 ഈ സ്റ്റാച്യു അൺവെയിൽ ചെയ്തത്, അനാച്ഛാദനം ചെയ്തത്. 2023 ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയ വ്യക്തി നമ്മൾ പറഞ്ഞു അല്ലെ, ആൻസി സോജൻ ആണെന്ന് പറഞ്ഞു. ഇതെടുത്തത് ജാവലിൻ ത്രൂ, ഏഷ്യൻ ഗെയിംസ് 2023 ജാവലിൻ ത്രൂവില് സ്ത്രീകളുടെ കാറ്റഗറിയിൽ ഗോൾഡ് വിൻ ചെയ്ത വ്യക്തിയാണ് അന്നു റാണി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വിമൻ ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രൂവില് ഗോൾഡ് വിൻ ചെയ്യുന്നത്. അന്നു റാണി. ആൻസി സോജൻ ലോങ് ജമ്പില് സിൽവർ മെഡലും, അതുപോലെ അന്നു റാണി എന്ന് പറയുന്ന വ്യക്തി ജാവലിൻ ത്രോയില് ഗോൾഡ് മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസിലെ 2 സ്പോർട്സ് പേഴ്സണുകളാണ്. ദെൻ ഏഷ്യൻ ഗെയിംസിൽ തന്നെ 800 മീറ്റർ ഓട്ടത്തില് സിൽവർ മെഡൽ കരസ്ഥമാക്കിയ മലയാളി അത്ലറ്റ് ആണ് മുഹമ്മദ് അഫ്സൽ. അപ്പൊ 3 പേരുകൾ ഏഷ്യൻ ഗെയിംസ് 2023 ഓർത്തിരിക്കുക. ഒന്ന് ലോങ് ജമ്പിൽ സിൽവർ മെഡൽ ആൻസി സോജൻ ഇടപ്പള്ളിയാണ് ഏഷ്യൻ ഗെയിംസിൽ. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയില് ഗോൾഡ് മെഡൽ നേടിയ വിമൻ ആണ് അന്നു റാണി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വിമൻ അത് നേടുന്നത്. ദെൻ 800 മീറ്റർ അത്ലറ്റിക്സിൽ സിൽവർ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആണ് ഏഷ്യൻ ഗെയിംസിൽ മുഹമ്മദ് അഫ്സൽ. ദെൻ ഏഷ്യൻ ഗെയിംസിൽ തന്നെ മറ്റൊരു പേര് ഓർത്തിരിക്കേണ്ടതാണ് പരുൾ ചൗധരി. 5000 മീറ്റർ ഓട്ടത്തില് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പാരുൾ ചൗധരി. അപ്പൊ ആരാണ് പാരുൾ ചൗധരി? പാരുൾ ചൗധരി ഏഷ്യൻ ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട പേരാണ്. 5000 മീറ്റർ ഓട്ടത്തിൽ റേസില് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പാരുൾ ചൗധരി. അപ്പം അന്നു റാണി, പാരുൾ ചൗധരി. അന്നു റാണി ഏതാണ്? ജാവലിൻ ത്രോ ഗോൾഡ് ആണ് നേടിയത്. ആദ്യ ഇന്ത്യൻ വുമൺ ആണ് ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് നേടുന്നത്, അന്നു റാണി. ഇനി ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയ വ്യക്തിയാണ് ആൻസി സോജൻ ഇടപ്പള്ളി, മലയാളിയാണ്, തൃശൂർ സ്വദേശിയാണ്. അടുത്തത് 800 മീറ്റർ റേസിൽ അത്ലറ്റിക്സിൽ സിൽവർ നേടിയ വ്യക്തിയാണ് മുഹമ്മദ് അഫ്സൽ. അതുപോലെ പാരുൾ ചൗധരിയാണ് 5000 മീറ്റർ റേസിൽ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയത്. ദെൻ സിക്കിം ഫ്ലാഷ് ഫ്ലഡ്. സിക്കിമില് 2023 ഉണ്ടായ ഒരു ഡാമിന്റെ ബ്രേക്കേജ് കാരണം ഒരു ഫ്ലാഷ് ഫ്ലഡ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചുങ്താം എന്ന് പറയുന്നത് ചുങ്താം ഡാം. അപ്പൊ എവിടെയാണ് ചുങ്താം ഡാം? അത് നമ്മുടെ സിക്കിമിലാണ്. ഫ്ലാഷ് ഫ്ലഡ് കാരണം ഡിസ്ട്രോയ് പെട്ട ഡാം കൂടിയാണ് ചുങ്താം ഡാം. അതുപോലെ തന്നെ ഒരു ലേക്ക്, ലൊണാക് ലേക്ക്, അതും ഈ ഫ്ലാഷ് ഫ്ലഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അതിലും ഫ്ലഡ് വാട്ടേഴ്സ് ഫോം ചെയ്തിരുന്നു. ഈ സൗത്ത് ലൊണാക് ലേക്കിൽ നിന്ന്, ഈ ലൊണാക് ലേക്കിന്റെ ഭാഗത്താണ് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ വെള്ളം നമ്മുടെ ചുങ്താങ് ഡാമിലേക്ക് എത്തുന്നത്. ചുങ്താങ് ഡാം ഡിസ്ട്രോയ് ആവുന്നത് അവിടെ ഒരു ഗ്ലേഷ്യൽ മൊറൈൻ ഡാമിന്റെ ലേക്കായ ലോക്നാക് ലേക്കും ഈ ചുങ്താങ് ഡാമും ബ്രേക്ക് ചെയ്താണ് ഫ്ലാഷ് ഫ്ലഡ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ 2 പേരുകൾ ഓർത്തിരിക്കുക. ലൊണാക് ലേക്ക് അത് സിക്കിമിലാണ്. എന്നാൽ ലോക്ടക് ലേക്ക് എവിടെയാണ്? അത് മണിപ്പൂരിലാണ്. അപ്പൊ ലൊണാക് ലേക്ക് സിക്കിമില്. ഓക്കെ, അവിടുത്തെ ഡാമാണ് ചുങ്താങ് ഡാം. ദെൻ എന്താണ് ക്ലൗഡ് ബേഴ്സ്റ്റുകൾ എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ക്ലൗഡ് ബേഴ്സ്റ്റ്? 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 × 10 കിലോമീറ്റർ ഏരിയയിൽ പെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അരമണിക്കൂറിൽ 5 സെന്റിമീറ്റർ കൂടുതൽ മഴ ഒരു പ്രദേശത്ത് പെയ്യുകയാണെങ്കിൽ അതിനെയും ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയാം. ഫ്ലാഷ് ഫ്ലഡ്സ് കൂടുതലും ഉണ്ടാവുന്നത് ഈ ക്ലൗഡ് ബേസ്റ്റ് കാരണമാണ്. എല്ലാ റെയിൻഫോളും, ഹെവി റെയിൻഫോളും ക്ലൗഡ് ബേസ്റ്റ് അല്ല. ഇനി എന്താണ് ഫ്ലാഷ് ഫ്ലഡ്?
പെട്ടെന്ന് വെള്ളം ഉയരുന്നത്, സഡൻ സർജ് ഇൻ വാട്ടർ ലെവൽസിനെയാണ് ഡ്യൂ ടു ഇന്റൻസ് റെയിനിങ് ആണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെറിയൊരു സമയത്തേക്ക് മാത്രമായിരിക്കും ഇത് യൂഷ്വലി ഉണ്ടാവുന്നത്. ദെൻ അടുത്തത് ഉമ്മീദ്. എന്താണ് ഉമ്മീദ് എന്ന് പറയുന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ഗൈഡ് ലൈൻ ആണ് ഉമ്മീദ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കാം. അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർ ആൻഡ് ഡെവലപ്പ്. അതാണ് ഉമ്മീദ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർ ആൻഡ് ഡെവലപ്പ്. ഉമ്മീദ് റിലീസ് ചെയ്ത ഇതൊരു ഗൈഡ് ലൈൻ ആണ്. കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഗൈഡ് ലൈൻ ആണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് റിലീസ് ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഇത് റിലീസ് ചെയ്തത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്കൂൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സൂയിസൈഡ് അറ്റംപ്റ്റുകൾ കുറയ്ക്കുകയും അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉമ്മീദ് എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് ഒരു ഗൈഡ് ലൈൻ ഡ്രാഫ്റ്റ് ചെയ്തത്. അടുത്തത് നിജോ ഗിൽബർട്ട്. ആരാണ് നിജോ ഗിൽബർട്ട്? സന്തോഷ് ട്രോഫി 2023-24 കേരള സന്തോഷ് ട്രോഫി ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ ആണ് നിജോ ഗിൽബർട്ട്. ഇതിന്റെ ചീഫ് കോച്ച്, കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ ചീഫ് കോച്ച് സതീവൻ ബാലനാണ്. ദെൻ വിമൻ റിസർവേഷൻ ബിൽ 2023. കോൺസ്റ്റിറ്റ്യൂഷന്റെ 128ാമത് അമെന്റ്മെന്റ് ബില്ല്, 128ാമത് അമെന്റ്മെന്റ് ബില്ലാണ് വിമൻ റിസർവേഷൻ ബിൽ. 128th അമെന്റ്മെന്റ് ബില്ലാണ്. ലോ മിനിസ്റ്ററായ അർജുൻ മേഘ്വാൾ ആയിരുന്നു ഇത് പുതിയ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെപ്റ്റംബർ 19 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെപ്റ്റംബർ 20, 2023 ലോക്സഭ പാസ് ചെയ്തു. സെപ്റ്റംബർ 21 രാജ്യസഭ പാസ് ചെയ്തു. സെപ്റ്റംബർ 28 പ്രസിഡന്റ് സൈൻ ചെയ്തു. അങ്ങനെ അത് 106ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയിട്ട് നിലവിൽ വരികയും ചെയ്തു. അതായത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനില് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിമൻ റിസർവേഷൻ ബിൽ, വുമൻസ് റിസർവേഷൻ ബിൽ. ഓക്കെ, 2024 സെൻസസിന് ശേഷമായിരിക്കും ഈ ബില്ല് എൻഫോഴ്സ് ചെയ്യുക എന്നാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 1/3 സീറ്റിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതാണ് ഈ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി ലോക്സഭയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാകും. ഓക്കെ, 128ാം ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഓർത്തിരുന്നോണം, വിമൻസ് റിസർവേഷൻ ബില്ല് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയായിരുന്നു? 128ാമത്തെ ഭരണഘടനാ ഭേദഗതി. ആരാണ് അവതരിപ്പിച്ചത്? യൂണിയൻ ലോ മിനിസ്റ്ററായ അർജുൻ മേഘ്വാൾ ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇതുവഴി 82 പേരാണ് ലോക്സഭയില് വനിതാ എം പിമാരെന്ന് പറയുന്നത്. ഈ ബിൽ എൻഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ 181 അത് ഉയരും. ഓക്കെ, നമ്മുടെ ഈ ഒരു ബില്ല് എൻഫോഴ്സ് ആകുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഈ ബില്ല് മാറുകയും ചെയ്യും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വനിതാ സംവരണം നടപ്പാക്കില്ല. മണ്ഡല പുനർനിർണയം, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന് മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ ഈ വനിതാ സംവരണ ബില്ല് ഒഫീഷ്യലി നടപ്പാക്കൂ എന്നുള്ളതാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണിത്. ദെൻ ഈ ഒരു ബില്ല് വന്നതോടുകൂടി വുമൻ റിസർവേഷൻ ബില്ലിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർക്കപ്പെട്ട 3 പുതിയ ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 330A, 332A, 334A. അതായത് 330A, 332A പറയുന്നത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുമുള്ള വിമൻ റിസർവേഷൻ 33% ആക്കുന്നതാണ്. 330A ലോക്സഭ, 332A സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇനി 334A എന്ന് പറയുന്നത് ഈ ഒരു ആക്ഷൻ പോളിസി, ഈ ഒരു 33% എന്നുള്ളത് ഒരു 15 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും പുനർനിർണയിച്ചിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും.
ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് വന്ന ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാൻഡർ പേസ്. അപ്പൊ ലിയാൻഡർ പേസ് ആണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് വന്ന ആദ്യ പുരുഷ താരം. ദെൻ സന്തോഷ് ട്രോഫി, മുൻ സന്തോഷ് ട്രോഫി ചാമ്പ്യനായ ടൈറ്റസ് കുര്യൻ ഈ 2023 മരണപ്പെട്ടത്. 1973 കേരളം സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് വിൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ടീമിലെ അംഗമായിരുന്നു. സന്തോഷ് ട്രോഫിയായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. 2023-24 സന്തോഷ് ട്രോഫി, കേരള സന്തോഷ് ട്രോഫി ടീമിനെ നയിക്കുന്നത് നിജോ ഗിൽബർട്ട് ആണ്. കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ കോച്ച് സദീവൻ ബാലനാണ്. ഇപ്പോ നമ്മുടെ ടൈറ്റസ് കുര്യൻ 1973 ആദ്യമായിട്ട് കേരളം സന്തോഷ് ട്രോഫി നേടിയ സമയത്തെ അതിലെ അംഗമായിരുന്ന വ്യക്തി ടൈറ്റസ് കുര്യനാണ്. ഈ വർഷം 2023 മരണമടഞ്ഞത്. ദെൻ KN ശാന്ത്കുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTIയുടെ പുതിയ ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് KN ശാന്ത്കുമാർ. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഫോം ചെയ്ത സംഘടനയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ന്യൂസ് ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. Then 800 മൂവി അത് മുത്തയ്യ മുരളീധരൻ, ശ്രീലങ്കൻ ക്രിക്കറ്ററായ മുത്തയ്യ മുരളീധരനെ കുറിച്ചുള്ള ബയോപിക് ആണ് 800 എന്ന് പറയുന്ന മൂവി. ഇതില് മുത്തയ്യ മുരളീധരന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മധുർ മിത്തൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. MS ശ്രീപതിയാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 2030 മെൻസ് ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് 6 രാജ്യങ്ങളിലായിട്ടായിരിക്കും. 2030 മെൻസ് ഫിഫ വേൾഡ് കപ്പ്. 2026 നമ്മൾ പറഞ്ഞു എവിടെയാണ്? 2026 USA-യിലും മെക്സിക്കോയിലും കാനഡയിലുമാണ് ഫിഫ മെൻസ് വേൾഡ് കപ്പ് ഫൈനൽ 2026 നടക്കുന്നത് ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. ഇനി 2030 ഫിഫ മെൻസ് വേൾഡ് കപ്പ് അത് 6 രാജ്യങ്ങളിലായിട്ടായിരിക്കും, 3 കോണ്ടിനെന്റ്സുകളിലായിട്ടായിരിക്കും ഇത് നടക്കുന്നത്. അതിന്റെ പ്രീ ക്വാർട്ടേഴ്സും ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ സെമിയും ഫൈനലും അങ്ങനെ ചേർന്ന് എല്ലാം കൂടി 6 രാജ്യങ്ങളിലായിട്ട് 3 കോണ്ടിനെന്റ്സിലായിട്ടായിരിക്കും. യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഈ 3 കോണ്ടിനെന്റ്സിലായിട്ടായിരിക്കും നടക്കുന്നത്. 3 കോണ്ടിനെന്റ്സ് ആഫ്രിക്ക, യൂറോപ്പ് ആൻഡ് സൗത്ത് അമേരിക്കയാണ്. 6 രാജ്യങ്ങളും മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ഇതാണ് മെയിൻ സെമി ഫൈനൽസും ഒക്കെ നടക്കുന്നത്. പ്രീ ക്വാർട്ടേഴ്സ് ഒക്കെ നടക്കുന്നത് അർജന്റീന, പരാഗ്വേ ആൻഡ് ഉറുഗ്വേയിൽ വെച്ചിട്ടാണ്. ദെൻ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടന്നത് 1930 സോ അതുകൊണ്ട് തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ 100ാമത്തെ ആനിവേഴ്സറി ആയിരിക്കും 2030 നടക്കുന്നത്. അന്ന് വിൻ ചെയ്തതും ഉറുഗ്വേ തന്നെയായിരുന്നു. ആദ്യം നടന്നതും ഉറുഗ്വേയിൽ വെച്ചിട്ട് വിന്നേഴ്സും ഉറുഗ്വേ ആയിരുന്നു. ദെൻ ഇനാഗുറൽ മാച്ചസ് 2030 ഫിഫ വേൾഡ് കപ്പ് ഇനാഗുറൽ മാച്ചസ് ആയിരിക്കും അർജന്റീന, പരാഗ്വേ ആൻഡ് ഉറുഗ്വേ രാജ്യങ്ങളിൽ വെച്ചിട്ട് നടത്തുന്നത്. 2034 ഫിഫ മെൻസ് വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു? അത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. ടേമറിക് ബോർഡ് നമ്മുടെ യൂണിയൻ കൊമേഴ്സ് മിനിസ്ട്രി പുതിയതായിട്ട് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത ബോർഡാണ് നാഷണൽ ടേമറിക് ബോർഡ്. മഞ്ഞളിന്റെ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ എക്സ്പോർട്ടിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മഞ്ഞളിൽ കാണുന്ന ഒരു കെമിക്കലാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അതിന് യെല്ലോ കളർ കൊടുക്കുന്നത് ഈ കുർക്കുമിൻ എന്ന് പറയുന്ന കെമിക്കലാണ്. ലോകത്തിൽ തന്നെ മഞ്ഞളിന്റെ ലീഡിംഗ് പ്രൊഡ്യൂസറും എക്സ്പോർട്ടറും ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ടേമറിക് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. യൂണിയൻ കൊമേഴ്സ് മിനിസ്ട്രിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ ഓപ്പറേഷൻ കച്ചപ്പ്. എന്താണ് ഓപ്പറേഷൻ കച്ചപ്പ് എന്ന് പറയുന്നത്? റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ഒരു ഓപ്പറേഷൻ ആണ് കച്ചപ്പ് എന്ന് പറയുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ട്രാഫിക്കിംഗ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഓപ്പറേഷൻ കച്ചപ്പ് നിലവിൽ കൊണ്ടുവന്നത്. ഈ ഒരു ഓപ്പറേഷനിലൂടെ ഏകദേശം 955 ജീവനുള്ള ചെറിയ ആമക്കുഞ്ഞുങ്ങളെയൊക്കെ റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കച്ചപ്പ്.
Then malaria vaccine. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്ത വാക്സിൻ ആണ് മലേറിയ വാക്സിൻ. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ ആണിത്. R21 അല്ലെങ്കിൽ മെട്രിക്സ് എം മലേറിയ വാക്സിൻ എന്നാണ് പറയുന്നത്. മൊസ്കിറ്റോ ബൈറ്റ് കാരണമാണ് ഈ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാവും. ദെൻ പിങ്ക് ബോൾവോം, കോട്ടനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇൻസെക്ട് ആണ് പിങ്ക് ബോൾവോം എന്ന് പറയുന്നത്. രാജസ്ഥാൻ, ഹരിയാന, അതുപോലെ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ 2023 ഈ പിങ്ക് ബോൾവോം അറ്റാക്ക് വളരെ കൂടുതലായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇതിന്റെ റീപ്രൊഡക്ഷൻ റേറ്റ് കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതിന്റെ ഇൻഫെസ്റ്റേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടനെ എഫക്ട് ചെയ്യുന്ന ഒരു പെസ്റ്റ് ആണ് പിങ്ക് ബോൾവോം. ദെൻ യാർക്കോവിസ്കി എഫക്ട്. എന്താണ് യാർക്കോവിസ്കി എഫക്ട്? അതായത് സ്പേസിൽ വെച്ചിട്ട് ഒരു ആസ്ട്രോയിഡ് സോളാർ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും റീ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ട്രജക്ടറി മൂവിങ് പാർട്ടിന് ചേഞ്ചസ് ഉണ്ടാക്കാം. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് യാർക്കോവിസ്കി എഫക്ട് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റ് കാരണം ഈ ഒരു സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് റീ എമിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദർ ക്യാൻ ബി ചേഞ്ച് ഇൻ ആസ്ട്രോയിഡ് പാത്ത്. അപ്പം ഇത് ഒന്നുകിൽ കൊലിഷൻ റിസ്ക് കുറയ്ക്കാം അല്ലെങ്കിൽ കൊലിഷൻ റിസ്ക് കൂട്ടാൻ സാധ്യതയുള്ള ഒരു ഫിനോമിനൻ കൂടിയാണ് യാർക്കോവിസ്കി എഫക്ട് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡുകൾ കാണപ്പെടുന്ന എഫക്റ്റ് ആണ് യാർക്കോവിസ്കി എഫക്ട് എന്ന് പറയുന്നത്. നാസയുടെ ഒസിറിസ് റെക്സ് മിഷൻ ആണ് ഈ ഒരു എഫക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് ആണ് അമൈസ് 28. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് ബിൽഡിംഗ് ആണ് അമൈസ് 28. തിരുവനന്തപുരത്താണ്. ഒരു റൂമുള്ള ചെറിയൊരു സമ്മർ ഹൗസ് ആണ് ഈ അമൈസ് 28 എന്ന് പറയുന്നത്. 28 ദിവസം എടുത്താണ് കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം ഇത് കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ ക്യാമ്പസിൽ തന്നെയാണ് ഈ ഒരു 1 റൂം സമ്മർ ഹൗസ് ഉള്ളത്. 52ാമത് GST കൗൺസിലിന്റെ വെന്യൂ നമ്മൾ പറഞ്ഞു, അത് ന്യൂഡൽഹിയാണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 111 ആണ്. കഴിഞ്ഞ വർഷം 107 ആയിരുന്നു. ഓക്കെ, ഐറിഷ് NGO ആയ കൺസേൺ വേൾഡ് വൈഡ്, ജർമ്മൻ NGO ആയ വെൽത്ത് ഹങ്കർ ലൈഫും ചേർന്നാണ് ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു കൊണ്ടുവരുന്നത്. 2023 ഇന്ത്യയുടെ സ്ഥാനം 111 ആണ്. മൊത്തം 125 രാജ്യങ്ങളെയാണ് അനലൈസ് ചെയ്യുന്നത്. 2022 അത് 107 ആയിരുന്നു. ദെൻ റീസൺലി 2023 ഗോവൻ കാഷ്യൂവിനാണ് GI ടാഗ് കിട്ടിയത് എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് കിട്ടിയ സംസ്ഥാനവും കേരളമാണ്. ദെൻ ഓപ്പറേഷൻ അജയ്, ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ദെൻ ഭാരത് NCX 2023 ഇതൊരു നാഷണൽ സൈബർ സെക്യൂരിറ്റി എക്സസൈസ് ആണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസീസിലും മറ്റു ക്രിട്ടിക്കൽ സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവിടുത്തെ സീനിയർ മാനേജ്മെന്റ്സിനും ടെക്നീഷ്യൻസിനും ഒക്കെ ഈ ഒരു സൈബർ സെക്യൂരിറ്റിക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഭാരത് NCX 2023 ഉദ്ദേശം. ദെൻ ഗാസയില് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉപയോഗിച്ച കെമിക്കലായിരുന്നു വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തുകയും വളരെ വെളിച്ചത്തോടു കൂടി കത്തുകയും ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ഒരു യെല്ലോയിഷ് ടു വൈറ്റ് കളറിലുള്ള കെമിക്കലാണ്. ഒരു വല്ലാത്ത ദുർഗന്ധത്തോടു കൂടിയുള്ള ഒരു വാക്സി കെമിക്കൽ കൂടിയാണ് വൈറ്റ് ഫോസ്ഫറസ്. ഇത് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ കൂടിയാണ് വൈറ്റ് ഫോസ്ഫറസ്. Then Shrestha scheme. Okay, Shrestha scheme. സ്കൂൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സ്കീമാണ് ശ്രേഷ്ഠ സ്കീം.
ഇതിന്റെ ഫുൾ ഫോം സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ for students in high school in targeted areas. Scheme for residential education for students in high school in targeted areas. അതാണ് ശ്രേഷ്ഠ സ്കീമിന്റെ ഫുൾ ഫോം. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ സ്റ്റുഡൻസിൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ദെൻ ഇത് 2023 എക്കണോമിക്സിനുള്ള പുരസ്കാരം ബാങ്ക് ഓഫ് സ്വീഡൻ ആണ് ഇത് കൊടുക്കുന്നത്. ക്ലൗഡിയ ഗോൾഡൻ ആണ് 2023 എക്കണോമിക്സിനുള്ള പുരസ്കാരം കിട്ടിയത്. എക്കണോമിക്സിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തി ആരാണ്? അത് ക്ലൗഡിയ ഗോൾഡൻ ആണ്. അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ് ക്ലൗഡിയ ഗോൾഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ മാർക്കറ്റ് ഔട്ട്കംസിൽ വിമൻസിന് ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന്റെ ഒരു റെക്കഗ്നേഷൻ ആയിട്ടാണ് നൊബേൽ പ്രൈസ് ക്ലൗഡിയ ഗോൾഡിന് കൊടുത്തത്. ഓക്കെ, അപ്പം നർഗീസ് മുഹമ്മദി പീസിനുള്ളത്, ജോൺ ഫോസെ ലിറ്ററേച്ചറിന്, അതുപോലെ ക്ലൗഡിയ ഗോൾഡ് എക്കണോമിക്സ്. ജോൺ ഫോസെ നോർവീജിയൻ, ഇറാനിയൻ ആണ് നർഗീസ് മുഹമ്മദി, അതുപോലെ ക്ലൗഡിയ ഗോൾഡ് USA. ദെൻ ചക്രവാത് 2023 മിലിറ്ററി എയർഫോഴ്സ് ആൻഡ് നേവിയുടെ ഒരു കമാൻഡേഴ്സ് കോൺഫറൻസ് ആണ് ചക്രവാത് 2023. Then NFCS നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ക്ലൈമറ്റ് സർവീസസ്. NFCS നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ക്ലൈമറ്റ് സർവീസസ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഇത്. ഇതിന് പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് സർവീസസും ഇൻഫോർമേഷൻസും നൽകുക. അഗ്രികൾച്ചർ സെക്ടറിലേക്കോ എനർജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത്, വാട്ടർ റിസോഴ്സ് തുടങ്ങിയ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്ലൈമറ്റ് റിലേറ്റഡ് സർവീസസും ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് NFCSന്റെ ഉദ്ദേശം. ദെൻ സാഗർ പരിക്രമ ഫേസ് 9. സാഗർ പരിക്രമ ഫേസ് 9 അതായത് മത്സ്യത്തൊഴിലാളികൾക്കും അതുമായി അനുബന്ധപ്പെട്ട ആളുകളുടെയും പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനുള്ള സ്കീമാണ് സാഗർ പരിക്രമ ഫേസ് 99 എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ എക്കണോമിക് അപ്ലിഫ്റ്റിന് വേണ്ടി എന്തൊക്കെ സ്കീംസുകൾ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്നത്. ദെൻ ഫോബ്സ് ഇന്ത്യയുടെ ടോപ്പ് 100 റിച്ചസ്റ്റ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുകേഷ് അംബാനിയാണ്. അദാനി 2ാം സ്ഥാനത്തേക്ക് പോയി. ശിവനാടാരാണ് 3ാം സ്ഥാനത്ത് ഉള്ളത്. ദെൻ 62ാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സിൽ 100 മീറ്ററിൽ നാഷണൽ റെക്കോർഡ് ഇട്ട വ്യക്തിയാണ് മണികണ്ഠൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫിലിമാണ് മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്ന് പറയുന്നത്. സോ മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫിലിമാണ്. EM അഷ്റഫ് ആണ് ഡയറക്ട് ചെയ്തത്. ഒരു US ബോൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ എന്റർപ്രണറുമായ അപർണ മൽബറിയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപർണ മൽബറി മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരാൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഒരു ക്യാപ്റ്റിവേറ്റിംഗ് പെർഫോമൻസിനും ഒക്കെ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് ഈ ഒരു പുതിയ മോണിക്ക ഞാൻ AI സ്റ്റോറി. മോണിക്ക ഞാൻ AI സ്റ്റോറി അല്ലെങ്കിൽ മോണിക്ക ആൻഡ് AI സ്റ്റോറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചിരുന്നു, ഐറിസ്. എന്തായിരുന്നു ഐറിസ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI ടീച്ചർ ആയിരുന്നു ഐറിസ്. കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് ടീച്ചർ ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്, അൺവെയിൽ ചെയ്തത്. ദെൻ വേൾഡ് ബാഡ്മിന്റൺ റാങ്കിങ്സിൽ ലോക 1ാം സ്ഥാനത്ത് എത്തിയ ടീമായിരുന്നു ചിരാഗ് ഷെട്ടിയും സത്വിക് സ്വൈരാജ് രംഗറെഡ്ഡിയും. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയതിനു ശേഷമാണ് ഇവരെത്തുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഡബിൾസ് പെയർ ഈ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തുന്നത്. ദെൻ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിന്റെയാണ്. ഇതിൽ കേരള ടീമിനെ നയിക്കുന്നത് സഞ്ജു സാംസൺ ആണ്. ദെൻ KSFEയുടെ പുതിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് KSFE പവർ എന്ന് പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്ററായ KN ബാലഗോപാൽ ആണ് ഇത് ലോഞ്ച് ചെയ്തത്.
1969 KSFE ലോഞ്ച് ആയത്. ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരിലാണ്. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂർ. Then Brucellois disease. Brucellois disease. ഇതൊരു അനിമൽ ബോൺ ആയിട്ടുള്ള ഡിസീസ് ആണ് ബ്രൂസെല്ലോയിസ് ഡിസീസ് എന്ന് പറയുന്നത്. ഒരു ബാക്ടീരിയൽ ഡിസീസ് കൂടിയാണ് ഈ ബ്രൂസെല്ലോയിസ് ഡിസീസ്. മെയിൻ ആയിട്ട് കാറ്റൽസ്, അതുപോലെ സ്വൈൻ, പന്നികളൊക്കെ ഇല്ല, സ്വൈന്, ഗോട്ട്, ഷീപ്പ്, ഡോഗ്സ് തുടങ്ങിയ ആനിമൽസിൽ നിന്നാണ് ഇത് ഹ്യൂമൻസിലേക്ക് എത്തുന്നത്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിന്റെയോ എന്തെങ്കിലും സെറംസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയോ അവരുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റോ അല്ലെങ്കിൽ ആനിമൽ പ്രോഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുകയോ എയർബോൺ ഏജന്റുകൾ ഇൻഹെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഈ ഡിസീസ് മനുഷ്യനിലേക്ക് എത്തുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു കാറ്റിൽസിന്റെ ഒക്കെ പ്ലാസെന്റൽ ടിഷ്യൂവും മറ്റ് സെക്രീഷൻസ്, അബോർട്ടഡ് ആനിമൽസിന്റെ മറ്റ് സെക്രീഷൻസിൽ നിന്നുമായിരിക്കും ഇത് ഹ്യൂമനിലേക്ക് ഇൻഫെക്റ്റഡ് ആകുന്നത്. മിൽക്കിലൂടെയും ഡയറി പ്രോഡക്ട്സിലൂടെയും ഇത് ഹ്യൂമൻസിലേക്ക് ഇൻഫെക്റ്റഡ് ആകാം. ദെൻ 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേന്യൂ കൊച്ചിയാണ്. കൊച്ചിയിൽ നമ്മൾ 2-3 ടോപ്പിക് കൂടി പഠിച്ചിരുന്നു അല്ലെ. ഇന്റർനാഷണൽ 5ാമത് ഇന്റർനാഷണൽ വിമൻ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ എപ്പിഗ്രാഫി ഫെസ്റ്റിവലിന്റെ വേദി അതും കൊച്ചി തന്നെയായിരുന്നു. അപ്പൊ ഇത് 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേന്യൂ കൊച്ചിയാണ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിൽ വിമൻ ഓഫീസറിന്റെ ഫ്രണ്ട് ലൈൻ യൂണിറ്റിനെ റിപ്പബ്ലിക് ഡേ പരേഡില് ഹെഡ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കമാൻഡിംഗ് മിസൈൽ സ്ക്വാഡ്രൺ ഓഫീസറാണ് ക്യാപ്റ്റൻ ഷലീസ ധാമി. ക്യാപ്റ്റൻ ഷലീസ ധാമി. ഇനി 47ാമത് വയലാർ അവാർഡ് വിന്നറാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം ഒരു സ്ക്രീൻ റൈറ്ററും ലിറിസിസ്റ്റും ഫിലിം മേക്കറും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. അദ്ദേഹത്തിന്റെ ഒരു പോയട്രിയാണ് അമ്മയ്ക്കൊരു താരാട്ട്. അമ്മയ്ക്കൊരു താരാട്ട്. Then Operation Al-Aqsa Storm. Operation Al-Aqsa Storm. ഇത് അൽ-അക്സ ഫ്ലഡ് എന്നും അൽ-അക്സ സ്റ്റോം എന്നും അറിയപ്പെടുന്നുണ്ട്. ഹമാസിന് നേരെ ഇസ്രയേൽ നടത്തിയ ഒരു സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു അൽ-അക്സ അറ്റാക്ക് എന്ന് പറയുന്നത്. പാലസ്തീനിയന്റെ ഒരു വളരെ വലിയ മിലിറ്റന്റ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത്. ഗാസ സ്ട്രിപ്പിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഹമാസ് ഉള്ളത്. ദെൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടിങ് ഡയറക്ടറായ NV കൃഷ്ണവാര്യറിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. NV കൃഷ്ണവാര്യർ മെമ്മോറിയൽ എന്നാണ് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നത്. 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. അപ്പൊ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്, നളന്ദ. അതിന്റെ പേര് NV കൃഷ്ണവാര്യർ മെമ്മോറിയൽ ആണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറാണ് NV കൃഷ്ണവാര്യർ. 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. ദെൻ വിഴിഞ്ഞം പോർട്ടിന്റെ MD അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ദിവ്യ S അയ്യർ. വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യത്തെ MDയും ദിവ്യ S അയ്യറാണ്. ദെൻ അതുപോലെ കേരള ഗവൺമെന്റിന്റെ അപ്പോയിന്റ്മെന്റുകൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഹരിത വി കുമാറാണ്. പഞ്ചായത്ത് ഡയറക്ടർ പ്രേംകുമാർ VR. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അഫ്സാന പർവീനുമാണ്. അഫ്സാന പർവീൻ. ദെൻ റഷ്യൻ ഒളിമ്പിക് കമ്മിറ്റി. റഷ്യൻ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ഇനി വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത്. പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് റഷ്യ കൂടാതെ മറ്റൊരു രാജ്യത്തിനെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബലാറസ് ആണ്. അപ്പൊ റഷ്യയും ബലാറസുമാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 രാജ്യങ്ങൾ. ദെൻ സ്കൂപ്പ്. എന്താണ് സ്കൂപ്പ്? ബെസ്റ്റ് ഏഷ്യൻ TV സീരീസിനുള്ള അവാർഡ് കിട്ടിയതാണ് സ്കൂപ്പ് എന്ന് പറയുന്നത്. ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, സൗത്ത് കൊറിയയിലെ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ്
ഈ വെബ് സീരീസിന് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സൗത്ത് കൊറിയ ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ ബെസ്റ്റ് ഇന്ത്യൻ വെബ് സീരീസിനുള്ള അവാർഡ് സ്കൂപ്പിനാണ് കിട്ടിയിട്ടുള്ളത്. ഹൻസൽ മെഹത്തയാണ് ഇത് ഡയറക്ട് ചെയ്തത്. ദെൻ സത്യജിത് റോയുടെ പേരിൽ കൊടുക്കുന്ന എക്സലൻസ് ഇൻ ഫിലിം ലിറ്റററി ലൈഫ് ടൈം അവാർഡ്, എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹോളിവുഡ് ആക്ടറായ മൈക്കിൾ ഡഗ്ലസിനാണ്. ഗോവയിൽ വെച്ച് നടക്കുന്ന 54ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു ഇത് ഈ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സത്യജിത് റോയുടെ പേരിൽ എല്ലാ വർഷവും വേൾഡ് സിനിമയിൽ ഈ അവാർഡ് കൊടുക്കുക. ദെൻ അണ്ടർ 19 2023 ചെസ് ചാമ്പ്യൻഷിപ്പിലെ നാഷണൽ ജൂനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് അർജുൻ ആദിറെഡ്ഡിയും അതുപോലെ തന്നെ ശുഭി ഗുപ്തയും. അർജുൻ ആദിറെഡ്ഡിയും ശുഭി ഗുപ്തയും. ദെൻ വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2023, വിമൻസ് ഏഷ്യൻസ് ചാമ്പ്യൻ ട്രോഫി 2023 മാസ്കോട്ട് ആണ് ജൂഹി എന്ന് പറയുന്ന ആനക്കുട്ടി. പെട്ല നാഷണൽ പാർക്കിലെ ആനയാണ് ജൂഹി എന്ന് പറയുന്നത്. ജാർഖണ്ഡിലാണ് ഈ പെട്ല നാഷണൽ പാർക്ക് ഉള്ളത്. ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്ററായ ഹേമന്ത് സോറനാണ് ഇത് അൺവെയിൽ ചെയ്തത്. റാഞ്ചിയിൽ വെച്ചിട്ടാണ് വിമൻസ് ഏഷ്യൻസ് ചാമ്പ്യൻ ട്രോഫി നടക്കുന്നത്. വിമൻസ് ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് എവിടെ വെച്ചിട്ടായിരുന്നു? അത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡില് റാഞ്ചിയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പം ഈ 2023 വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി, വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫിയുടെ മാസ്കോട്ടിന്റെ പേര് ഓർത്തിരിക്കുക. അത് ജൂഹിയാണ്. ജൂഹി ഒരു ആനക്കുട്ടിയാണ്. ഏത് നാഷണൽ പാർക്കിലെ ആനക്കുട്ടിയാണ് ജൂഹി എന്ന് പറയുന്നത്? ജൂഹി ബെട്ല നാഷണൽ പാർക്കിലെ ആനക്കുട്ടിയാണ് ജൂഹി. 2024 മുതൽ നമ്മുടെ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഹേമന്ത് സോറൻ അല്ല, ഇപ്പൊ അത് ചമ്പൈ സോറൻ ആണ്. ചമ്പൈ സോറൻ. ദെൻ ഇന്ത്യൻ വിമൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ്? അത് സവിത പൂനിയയാണ്. ദെൻ ന്യൂസിലാൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്രിസ്റ്റഫർ ലക്സൺ ആണ്. ക്രിസ്റ്റഫർ ലക്സൺ. 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡില് ബെസ്റ്റ് ആക്ടർ കുഞ്ചാക്കോ ബോബനും ആക്ട്രസ് അവാർഡ് മഞ്ജു വാര്യർക്കുമായിരുന്നു. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് മഹേഷ് നാരായണൻ അറിയിപ്പ് മൂവിക്കായിരുന്നു. അതുപോലെ ബെസ്റ്റ് മൂവി എന്നാത്താൻ കേസുകൂട് ആണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് 2023 ബെസ്റ്റ് ആക്ടർ കുഞ്ചാക്കോ ബോബനും ആക്ട്രസ് മഞ്ജു വാര്യറുമായിരുന്നു. ഡയറക്ടർ മഹേഷ് നാരായണൻ അറിയിപ്പ് മൂവിക്ക്. അതുപോലെ ബെസ്റ്റ് മൂവി എന്നാത്ത കേസുകൂട് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഡയറക്ട് ചെയ്തത്. ഗ്യാനെ തേനോ ഗർഭോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തി പോയിന്റ് കളക്ഷൻസ് ആണ് ഗ്യാനെ തേനോ ഗർഭോ എന്ന് പറയുന്നത്. ഗ്യായെ തേനോ ഗർഭോ നമ്മുടെ ഒരു ഫെസ്റ്റീവ് സോങ് ആയിട്ടാണ്, ഗർഭോ സോങ് ആയിട്ടാണ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത് തനിഷ് ബാഗ്ചിയാണ്. ഗായെ തേനോ ഗർഭോ ആരുടെ ഗുജറാത്തി പോയിന്റ് കളക്ഷൻസ് ആണ്? അത് നരേന്ദ്രമോദിയുടെയാണ്. ഓർത്തിരിക്കുക, ഗായെ തേനോ ഗർഭോ എന്ന പോയിട്രി എഴുതിയത് നരേന്ദ്രമോദി. ഇതിന് കുറേയധികം കവിതകൾ ചേർന്നിട്ടുള്ള ഒരു സമാഹാരമാണ് ഗായെ തേനോ ഗർഭോ. ഏത് ഭാഷയിലും? ഗുജറാത്തി ഭാഷയിലും. അണ്ടർ 20 വേൾഡ് ജൂനിയർ റാപ്പിഡ് ചെസ് ചാമ്പ്യനില് കിരീടമണിഞ്ഞ ഇന്ത്യൻ ചെസ് പ്ലെയർ ആണ് ഗ്രാൻഡ് മാസ്റ്റർ റൗണക് സത്വാനി. ഗ്രാൻഡ് മാസ്റ്റർ റൗണക് സത്വാനി ഇറ്റലിയിൽ വെച്ച് നടന്ന വേൾഡ് ജൂനിയർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ റൗണക് സത്വാനിയാണ്. ദെൻ 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ 5 പുതിയ സ്പോർട്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ലാക്രോസിംഗ്, ദെൻ ഫ്ലാഗ് ഫുട്ബോള്,
അതുപോലെ ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ. ഓക്കെ, ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ. അപ്പം ഓർത്തിരിക്കാം, 2024 നമ്മുടെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്. അപ്പൊ 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? അത് ലോസ് ഏഞ്ചലസ് ആണ്. ലോസ് ഏഞ്ചലസ്. 2028 ലോസ് ഏഞ്ചലസ്. 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട 5 സ്പോർട്സുകളാണുള്ളത്. ഏതൊക്കെയാണ് ആ 5 സ്പോർട്സുകൾ? പുതിയ 5 സ്പോർട്സുകൾ. ഒന്ന് ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ. രണ്ടാമത്തത് നമ്മുടെ T20 ക്രിക്കറ്റ് ആണ്. ദെൻ ഫ്ലാഗ് ഫുട്ബോൾ ഉണ്ട്, ലാക്രോസ ഉണ്ട്, അതുപോലെ സ്ക്വാഷ് ഉണ്ട്. സ്ക്വാഷ്. ഓക്കെ, ഒത്തിരിക്ക് ഞാനിപ്പോ ഇതിനകത്ത് 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. പുതിയതായിട്ട് 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ 5 കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലാക്രോസെ, അതിനെ സിക്സേഴ്സ് എന്ന് നമ്മൾ വിളിക്കും, ലാക്രോസെ. രണ്ടാമത്തേത് നമ്മുടെ T20 ക്രിക്കറ്റ്. മൂന്നാമത്തേത് ഫ്ലാഗ് ഫുട്ബോള്, ദെൻ ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോള്, ദെൻ ഇത് കൂടാതെ നമ്മുടെ സ്ക്വാഷ്. 5 എണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ബേസ്ബോളും സ്ക്വാഷ്, അതുപോലെ തന്നെ ഫ്ലാഗ് ഫുട്ബോള്, ലാക്രോസ്, ക്രിക്കറ്റ്, ഈ 5 എണ്ണമാണ് 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പുതിയ 5 സ്പോർട്സ്. ദെൻ ഈ റീസണില് 2023 മരിച്ച ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയായിരുന്നു ലൂയിസ് ക്ലർക്ക്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് മോക്ക് ഓറഞ്ച്. ലവിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും ഒക്കെ അതിന്റെ വാല്യൂസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കവിതാ സമാഹാരമാണ് മോക്ക് ഓറഞ്ച്. 2020 നോബൽ പ്രൈസ് ആയിരുന്നു ലൂയിസ് ക്ലർക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഒഡീഷ ഗവർണറായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട മുൻ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആണ് രഘുബർ ദാസ്. അതുപോലെ ത്രിപുരയുടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇന്ദ്രസേന റെഡ്ഡി നല്ലു. ദെൻ കേരളത്തില് പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോ ബയോം എന്ന് പറയുന്നത്. സാബു തോമസ്, നമ്മുടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ റിട്ടയർഡ് ഡയറക്ടറായ സാബു തോമസ് ആയിരിക്കും ഈ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ആദ്യത്തെ ഡയറക്ടർ. എന്താണ് ഈ മൈക്രോബയോം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഫംഗസും ബാക്ടീരിയയും വൈറസസും അതിന്റെ ജീൻസും എല്ലാം കൂടി ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു എൻവയോൺമെന്റിനെ, അതായത് മൈക്രോ ഓർഗാനിസംസിന്റെ കമ്മ്യൂണിറ്റി കാണുന്ന ഒരു എൻവയോൺമെന്റിനെയാണ് മൈക്രോബയോം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ ഈ മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ്, അവയുടെ ഇന്ററാക്ഷൻസിനെ കുറിച്ചും ഈ മൈക്രോബയോംസും അതായത് മൈക്രോ ഓർഗാനിസംസും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ എഫക്റ്റുകളെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിവ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമ നിലവിൽ വരുന്നത്. ഒരു സമര നൂറ്റാണ്ട് 100ാം ജന്മദിനത്തിൽ BSന്റെ ജീവിതകഥ. ഓക്കെ, ഒരു സമര നൂറ്റാണ്ട് ആരുടെ ജീവിത കഥയാണ്? VS അച്യുതാനന്ദന്റെയാണ്. ആരാണ് എഴുതിയത്? KV സുധാകരൻ. 2023 കേരള അസംബ്ലി അവാർഡ് കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. ഓക്കെ, MT വാസുദേവൻ നായർക്കാണ്. ദെൻ അബാബിയില് ഏത് രാജ്യത്തിന്റെ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്? അത് പാകിസ്ഥാന്റെ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് അബാബീൽ എന്ന് പറയുന്നത്. ബാബർ 3 എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. 450 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീഎൻട്രി വെഹിക്കിൾ ടെക്നോളജി, MERV ടെക്നോളജി, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീഎൻട്രി വെഹിക്കിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ മിസൈൽ വർക്ക് ചെയ്യുന്നത്. 2023 വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് എവിടെയാണ്? അത് ബെർലിൻ, ജർമ്മനിയിലാണ്. 2023 വേൾഡ് ഹെൽത്ത് സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ജർമ്മനി, ബെർലിനിലാണ്. നടന്നു കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ വർഷം 2023 ബെർലിനിൽ, ജർമ്മനിയിൽ വെച്ചിട്ടായിരുന്നു. മമ്മൂട്ടിയെ ഓണർ ചെയ്യാനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പ് പുറത്തിറക്കിയ
പാർലമെന്റ് ആണ് ഓസ്ട്രേലിയൻ പാർലമെന്റ്. സോ മമ്മൂട്ടിയെ ഓണർ ചെയ്യാൻ വേണ്ടി സ്റ്റാമ്പ് പുറത്തിറക്കിയ പാർലമെന്റ് ഏതാണ്? അത് ഓസ്ട്രേലിയൻ പാർലമെന്റ് ആണ്. സിക്സ്ത് ഗ്ലോബൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോൺഫറൻസ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. ഡെറാഡൂണിൽ വെച്ചിട്ടായിരുന്നു സിക്സ്ത് ഗ്ലോബൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചൻ, മെഗാസ്റ്റാർ ഓഫ് ദി സെഞ്ചുറി അമിതാഭ് ബച്ചൻ ആയിരുന്നു ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇതിന്റെ തീം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ റെസീലിയൻസ് ആണ്. അതുപോലെ ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു പുഷ്കർ സിംഗ് ധാമി. ആൻഡ് ഫൈനലി റെയിൽവേയുടെ അശുതോഷ് ശർമ്മയാണ് T20 ക്രിക്കറ്റിലെ ഇന്ത്യൻ ബാറ്റ്സ്മാനായ യുവരാജിന്റെ ഫാസ്റ്റസ്റ്റ് 50 എന്ന റെക്കോർഡ് തകർത്തത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. അപ്പം ആരാണ് അശുതോഷ് ശർമ്മ? അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്ററാണ്. യുവരാജ് സിംഗിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 എന്ന T20 റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പാർട്ട് 2 കറണ്ട് അഫയേഴ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഫൈനലി ഒരു ഭാഗവും കൂടെ ഉണ്ട്. അത് ജാനുവരി 2023 മുതൽ മാർച്ച് 2023 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ LSGI എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ജാനുവരി 2023 മുതൽ മാർച്ച് 2023 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. താങ്ക് യു ഓൾ.